നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന അർജൻറ്റീന വേഴ്സസ് മൗറിത്താനിയ സൂപ്പർ പോരാട്ടത്തിൻ്റെ ആവേശത്തിലാണ് അർജൻറ്റീന ആരാധകർ. അപ്പോൾ ഈ കളിക്ക് അർജൻറ്റീന എങ്ങനെയുള്ള സ്ക്വാഡും കൊണ്ടിറങ്ങും എന്നുള്ളതാണ്, 11 കൊണ്ടിറങ്ങും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ കോച്ച് പരീക്ഷിച്ച കാര്യങ്ങളും അതുപോലെ സാധ്യത 11 ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ലഭ്യമാവുന്ന വിവരപ്രകാരം സുപ്രധാന താരങ്ങളെയൊക്കെ തന്നെ കോച്ച് ഇറക്കുമെന്നാണ് ഗാസ്നഡൂൽ അതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മൗറിത്താനിയ ആണ് എതിരാളി എന്നുള്ളത് കൊണ്ട് ഒരുപാട് റൊട്ടേഷനിലേക്കൊന്നും പോവില്ല, എന്നാൽ ചില റൊട്ടേഷനുകൾ അദ്ദേഹം ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. നാളെയാണ് കളി, ലാ ബൊമ്പനേറയിൽ വെള്ളിയാഴ്ച. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെയായിരിക്കും കളി ഉണ്ടാവുക. ലഭ്യമാവുന്ന വിവരപ്രകാരം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പരിപാടികളിൽ ലണൽ സ്കലോനി റോദ്രിഗോ ഡി പോളിനെ ഒഴിവാക്കി ഒരു 11 എങ്ങനെ ഇറക്കാം എന്നുള്ളത് പരീക്ഷിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതേസമയം മാർക്കോസ് സെൻസിയെ അദ്ദേഹം കളിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർമാരുമായി ബന്ധപ്പെട്ടതാണ്. സ്കലോനി എമിലിയാനോ മാർട്ടിനസിനെ കളിപ്പിക്കണോ? കാരണം എമി സ്ഥിരമായിട്ട് കളിക്കുന്നതാണ്, അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ശ്രമം കൊടുക്കാം. അല്ലെങ്കിൽ ജെറോണിമോ റുള്ളി ഓർ യുവാൻ മുസോ. ഈ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിഫൻസിൽ നാഹുൽ മൊളീന റൈറ്റ് സൈഡ് കളിക്കും, ക്രിസ്ത്യൻ റൊമേറോ സെൻറ്റർ ബാക്കായിട്ട് കളിക്കും. ഇന്നലെ ട്രെയിനിങ്ങിലൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മാർക്കോസ് സെൻസി ആയിരിക്കും അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടാവുക. കുറച്ച് മിനിറ്റ്സ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് കോച്ച് ആഗ്രഹിക്കുന്നു. നിക്ലാസ് ഓട്ടാമെൻഡി നമുക്കറിയാം, അദ്ദേഹം വളരെ വെറ്ററൻ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ചിന് സസ്പെൻഡഡുമാണ്. പിന്നെ ലിച്ച ആണെങ്കിൽ ഇപ്പോൾ സ്ക്വാഡിൽ ഇല്ലതാനും, അതുകൊണ്ട് മാർക്കോസ് സെൻസിയെ കളിപ്പിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതേസമയം മറ്റ് ക്വസ്റ്റ്യൻ മാർക്സ് പ്രധാനമായിട്ടും വരുന്നത് ലെഫ്റ്റ് ബാക്കിൻ്റെ പൊസിഷനിലാണ്. നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ഓർ മാർക്കോസ് അക്യൂഞ്ഞ എന്നുള്ളത്. എന്നാൽ ഗബ്രിയൽ റോജസ് ഉണ്ട്, അദ്ദേഹം അത്ര അധികം പരിഗണിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോളപ്പാണിപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ലഭിച്ചിരിക്കുന്നത്. ഡീപോൾ മിഡ്ഫീൽഡിൽ ആബ്സെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇൻ്റർ മയാമിയുടെ മത്സരം ഡിസ്കംഫേർട്ട് കാരണം അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അലക്സിസ് മാക്കലിസ്റ്റർ, ലിയാൻഡ്രോ പെരേഡസ്, എൻസോ ഫെർണാണ്ടസ് ഇവർ മധ്യനിരയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മെസ്സി, ഹുലിൻ ആൽവാരസ് എന്നിവർ മുന്നേറ്റ നിരയിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നിക്കുലാസ് ഗോൺസാലസ് ഓർ തിയാഗോ അൽമെയ്ഡ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. ലൗട്രോ മാർട്ടീനസ് ഇഞ്ചോർഡ് ആയതുകൊണ്ട് സ്ക്വാഡിലില്ല എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ ഒരു പോസിബിൾ ലൈനപ്പ് TYC സ്പോർട്സ് പറയുന്നത് മൗറിത്താനിയക്കെതിരെയുള്ള സൂപ്പർ പോരാട്ടത്തിന് അർജൻറ്റീന ഇറക്കാൻ പോകുന്ന ഒരു പോസിബിൾ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണ്. ഗോൾ കീപ്പറുടെ കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. അത് എമി മാർട്ടിനസോ റുള്ളിയോ യുവാൻ മുസയോ ആരെങ്കിലും ഇറങ്ങാൻ, മൂന്നിലൊരാളും ഇറങ്ങാനുള്ള സാധ്യതയാണ്. എന്നാൽ ഡിഫൻസിൽ മോളിനെ ഉണ്ടാകും, റൊമേറോ ഉണ്ടാകും, സെൻസി ഉണ്ടാകും, ടാഗ്ലിയാഫിക്കോ ഓർ അക്യൂഞ്ഞ. അപ്പോൾ ടാഗ്ലിയാഫിക്കോ ഓർ അക്യൂഞ്ഞ അവിടെ മാത്രമേ ഡിഫൻസിലൊരു കൺഫ്യൂഷനുള്ളൂ. മധ്യനിരയിലേക്ക് വരുമ്പോൾ മാക്കലിസ്റ്റർ ഉണ്ടാവും, പെരേഡസ് ഉണ്ടാവും, എൻസോ ഫെർണാണ്ടസ് ഉണ്ടാവും. മുന്നേറ്റ നിരയിൽ മെസ്സി ഉണ്ടാവും, ഹുലിൻ ആൽവാരസ് ഉണ്ടാവും. മൂന്നാമതായിട്ട് നിക്കോ ഗോൺസാലസോ അൽമെയ്ഡയോ എന്ന കാര്യത്തിലെ സംശയങ്ങളുള്ളൂ. ഏതായാലും മികച്ച ഒരു 11 കൊണ്ട് ഇറങ്ങി മികച്ച ഒരു വിജയം ഈ പോരാട്ടത്തിൽ നേടും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.